നമസ്കാരം. ക്യാപ്സ്യൂൾ സെഷന്റെ 6ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മള് ക്യാപ്സ്യൂളിനകത്ത് കമ്പനി ബോർഡ് LGSന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പഠിച്ച് വരികയാണ് അല്ലേ. എല്ലാ ബുധനാഴ്ചകളിലുമാണ് നമ്മുടെ ഈ ഒരു ക്യാപ്സ്യൂൾ സെഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആകുന്നത്. സോ എല്ലാവരും അത് കണ്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. എല്ലാം കൂടി അവസാന സമയത്തിട്ട് പഠിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നതിന് പകരം പതിയെ കുറച്ച് കാര്യങ്ങൾ വീതം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു, എവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാലോ. സോ ക്യാപ്സ്യൂളിന്റെ ആ ഒരു ലിസ്റ്റ് ആണ് പറയുന്നത്. കേരളത്തിന്റെ ദേശീയോദ്യാനങ്ങൾ പഠിച്ചു, ദേശീയ ഗാനം, പെരിയാർ നദി, മനുഷ്യാവകാശ കമ്മീഷൻ. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ പറ്റി പഠിച്ചു? വൈറ്റമിൻസിനെ പറ്റി പഠിച്ചു അല്ലേ. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, വൈറ്റമിൻ എയും ഡിയും ഇയും കെയും എല്ലാം ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ അടുത്ത PSCയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള PSC കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ ക്യാപ്സ്യൂൾ സെഷനിൽ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. കാരണം PSC സ്ഥിരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. LGS ലെവൽ എക്സാംസിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥിരം ഏരിയാസ് ആയിരിക്കും. നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ ഇതൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ഇതൊക്കെ സ്ഥിരം വരുന്ന ഏരിയാസ് ആണ്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഏരിയാസ് ആയിരിക്കും തുടക്കത്തിൽ പഠിച്ചു പോകുന്നത്. പതിയെ നമ്മൾ പതിയെ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചന്ദ്രയാനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചന്ദ്രയാന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇതിനപ്പുറം ക്വസ്റ്റ്യൻസ് ചന്ദ്രയാൻ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ എല്ലാം കൂടെ ഇട്ട് കാണിച്ചു തരുന്നില്ല, അത് നമുക്ക് റിവിഷൻ ടൈമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, LGSന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കത്തില്ലേ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് LGSന് ചോദിക്കാറുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ പഠിക്കുന്നത് ഓരോ ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യങ്ങളാണ് ഇവിടെ എടുത്ത് എന്നിട്ടാകുന്നത് ഓപ്ഷൻസ് ആക്കി കൊടുക്കുന്നത്. സോ ഒരു 3 ചോദ്യം 4 ചോദ്യം പഠിക്കുന്നത് ഇവിടെ ഒറ്റ ചോദ്യത്തിനകത്ത് 4 ഓപ്ഷനിലായിട്ട് വരുന്നു. സോ നമ്മളത് ആൻസർ ചെയ്യുന്നു. അതേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ വ്യത്യാസം. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാണുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കേ, ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്, ലാൻഡറും റോവറും ചോദിക്കാറുണ്ട്. അപ്പോൾ റോവർ ഏതാണ്? പ്രഗ്യാനാണ്. ഓപ്ഷനകത്ത് വിക്രമുണ്ട്, ഭീമുണ്ട്, ധ്രുവുണ്ട്, പ്രഗ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക, അവിടെ റോവർ പ്രഗ്യാനാണ്. നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ഇതൊക്കെ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞതോടെ ചോദിച്ചതാണ്. സോ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ISRO ചെയർമാൻ മോഹൻ കുമാർ. ഓപ്ഷൻ 3, ചന്ദ്രയാൻ 3-ലെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. 4, ചന്ദ്രയാൻ 3-ന്റെ മൊത്തം ചെലവ് 615 കോടിയാണ്. എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്? 1, 3, 4 ആയിരുന്നു ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഇത് തെറ്റായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? തെറ്റായിരുന്നു. സോ അങ്ങനെയൊക്കെയാണ് ചന്ദ്രയാൻ ബേസ് ചെയ്ത് സാധാരണയായിട്ട് PSC LGSലൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചാലോ? ചന്ദ്രയാൻ 1-നെ പറ്റി, 2-നെ പറ്റി, 3-നെയൊക്കെ പറ്റി പഠിച്ചാലോ? റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് ചന്ദ്രയാനാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്ത ക്യാപ്സ്യൂളിലായിട്ട് വേണ്ടുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിൽ ചന്ദ്രയാനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക, ചന്ദ്രയാൻ 1, 2, 3 നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? അത് ചന്ദ്രയാൻ 1 ആണ് കേട്ടോ. ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം എന്ന് പറയുന്നത്. ഇനി വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണെന്ന് അറിയാമോ? 2008-ലാണ് കേട്ടോ. 2008 ഒക്ടോബർ 22-നാണ് എന്ത് വിക്ഷേപിക്കുന്നത്? ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ, ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര ദൗത്യം ഏത് ആണ്? അത് ചന്ദ്രയാൻ 1 ആണ്.
വിക്ഷേപിച്ചത് എന്നാണ്? ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2008 ഒക്ടോബർ മാസം 22. ഒന്നും കൂടെ, 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? അത് വിക്ഷേപിക്കുന്നത്. 2008 മറന്നു പോകരുത്, ഒക്ടോബർ 22. ഇനി വിക്ഷേപണ സ്ഥലം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയാണ് അല്ലെ. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. സ്ഥിരം ചോദിക്കാറുള്ളതാണ്. PSLV C11 ആണ് കേട്ടോ. PSLV C11 ആണ് ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ വാഹനം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിന്റെ ഭാരം എത്രയായിരുന്നു എന്നറിയാമോ? 1380 കിലോഗ്രാം ആയിരുന്നു. എത്രയായിരുന്നു? 1380 കിലോഗ്രാം ആയിരുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ, ചന്ദ്രയാൻ 1 എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ആൻസേഴ്സ് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമാണ്. രണ്ടാമത്, എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. സ്ക്രീനിൽ നോക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ ആൻസേഴ്സ് തെളിഞ്ഞു വരണം കേട്ടോ. ഇനി വിക്ഷേപണ സ്ഥലം എവിടെയാണ്? ശ്രീഹരിക്കോട്ടയാണ്. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C11 ആണ്. ചന്ദ്രയാൻ 1 C11 ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഭാരം എത്രയാണ്? 1380 കിലോഗ്രാം ആണ്. എത്രയാണ്? 1380 കിലോഗ്രാം ആണ്. മനസ്സിലായോ? ഈ ചോദ്യങ്ങൾ ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോകട്ടെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ആകെ ചെലവ് എത്രയായിരുന്നു അറിയാമോ? 386 കോടിയായിരുന്നു കേട്ടോ. ചന്ദ്രയാൻ 1-ന്റെ ഒന്നും ചെലവ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പൊ ചന്ദ്രയാൻ 3 ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. എന്നിരുന്നാലും നമ്മളത് പഠിച്ചു വെച്ചിരിക്കുക, ചിലപ്പോൾ അവർക്ക് ചോദിക്കണമെന്ന് തോന്നിയാലോ അല്ലെ. അതുകൊണ്ട് ആകെ ചെലവ് എത്രയാണ്? 386 കോടി രൂപയാണ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഒക്ടോബർ 22-ന് വിക്ഷേപിച്ചത് നവംബർ 14 ആയപ്പോഴത്തേക്കും, ഓക്കെ, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ 14 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുകയാണ്? നമ്മള് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാണ് ഇടിച്ചിറങ്ങിയത്? 2008 നവംബർ 14-ാം തീയതിയാണ്. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരെന്നറിയാമോ? അത് നമ്മുടെ AB വാജ്പേയി ആയിരുന്നു. ആരായിരുന്നു? AB വാജ്പേയി ആണ് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് കേട്ടോ. ഇനി വിക്ഷേപണത്തിന് നമ്മുടെ ഇന്ത്യക്ക് സഹായം നൽകിയ ഒരു രാജ്യമുണ്ടായിരുന്നു. ഏത് രാജ്യമാണ്? അത് നമ്മുടെ റഷ്യയാണ് കേട്ടോ. ഈ ഒരു ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണത്തിന് ഇന്ത്യക്ക് സഹായം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞേ. അത് റഷ്യയാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി ചന്ദ്രയാൻ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ, ഓക്കെ, ചന്ദ്രയാൻ വിക്ഷേപിച്ച സമയത്തുള്ള കാര്യമല്ല പറയുന്നത്. ചന്ദ്രയാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ഈ ഒരു ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഓക്കെ, ചന്ദ്രയാന്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ കെ കസ്തൂരിരംഗൻ ആയിരുന്നു എന്ത്? ചന്ദ്രയാന്റെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 1-ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ G. മാധവൻ നായർ ആയിരുന്നു. ആരായിരുന്നു? G. മാധവൻ നായർ ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഡോക്ടർ കെ കസ്തൂരിരംഗനും, എന്നാൽ വിക്ഷേപണ സമയത്ത് ആരായിരുന്നു? G. മാധവൻ നായർ ആയിരുന്നു. ഇനി ഇതിന്റെ പ്രവർത്തനം നിലച്ചത് എന്നാണെന്ന് അറിയാമോ? 2008 നവംബർ 14-ന് ഇടിച്ചിറങ്ങിയ ആ ഒരു ചന്ദ്രയാൻ 1-ന്റെ പ്രവർത്തനം നിലച്ചത്, അവസാനിച്ചത് എന്നു ചോദിച്ചാൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് വരിക. 2009 ആണ്. ഓഗസ്റ്റ് മാസം 28 ആണ് കേട്ടോ. ഓഗസ്റ്റ് മാസം 28-നാണ് എന്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്? ചന്ദ്രയാൻ 1-ന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്. മനസ്സിലാക്കണേ, എന്റെ കൂടെ പഠിച്ചു വരണേ. ഒന്ന് പറഞ്ഞേ, പ്രവർത്തനം നിലച്ച ഡേറ്റ്. നമുക്കിവിടെ കുറെ ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്നാണ് PSC കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയാസ് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു വരാം. പ്രവർത്തനം നിലച്ചത്, പ്രവർത്തനം നിലച്ച ഡേറ്റ് ഒന്ന് പറയൂ. 2009 ഓഗസ്റ്റ് 28 ആണ്. ഇനി നാം നോക്കിക്കേ,
വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 2008 സമയത്ത് ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. മനസ്സിലായോ? ചന്ദ്രയാൻ 1ന്റെ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയട്ടെ. ചന്ദ്രയാൻ 1 ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ചന്ദ്രയാൻ 2ലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇപ്പൊ തന്നെ എന്റെ കൂടെ അങ്ങ് പഠിച്ചു വരിക. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത്. വിക്ഷേപിക്കുന്നത് 2008 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. വിക്ഷേപണ വാഹനത്തിന്റെ പേര് PSLV C11 എന്നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഭാരം എത്രയായിരുന്നു? 1380 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ആകെ ചെലവ് എത്രയായിരുന്നു? 386 കോടി രൂപയായിരുന്നു. ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇത് ഇടിച്ചിറങ്ങിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 നവംബർ മാസം 14-ാം തീയതിയാണ്. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? AB വാജ്പേയി ആണ്. വിക്ഷേപണത്തിന് സഹായം നൽകിയിരുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് റഷ്യയാണ്. ഓക്കെ, അതിനുശേഷം ചന്ദ്രയാന്റെ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് K. കസ്തൂരിരംഗൻ ആയിരുന്നു. അതുപോലെ തന്നെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് G. മാധവൻ നായർ ആയിരുന്നു. പിന്നെ പ്രവർത്തനം നിലച്ചത് എന്നെന്ന് ചോദിച്ചാൽ 2009 ഓഗസ്റ്റ് മാസം 28-നാണ്. വിക്ഷേപിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ചന്ദ്രയാൻ 2ലേക്ക് പോകട്ടെ. 1 ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ 2ലേക്ക് പോകുന്നു. 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഏത്? ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ഫെയിൽ ആയി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലേക്കൊക്കെ നമുക്ക് വരാം. ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 1 പോലെ അത്ര സക്സസ് ആയില്ല. പക്ഷേ ചന്ദ്രയാൻ 2-നത് കുറച്ച് പോരായ്മകൾ ഉണ്ടായി. അതിന്റെ ക്ലൈമാക്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 2. ഓക്കെ, അപ്പൊ ചന്ദ്രന്റെ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും അത് ചന്ദ്രയാൻ 2 ആണ്. ഇനി ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യം. അപ്പോൾ ചന്ദ്രയാൻ 1 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെള്ളത്തിന്റെ സാന്നിധ്യവും ഐസിന്റെ സാന്നിധ്യവും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോ ഈ ചന്ദ്രയാൻ 1 പോയി അവിടെ പര്യവേഷണം നടത്തിയല്ലോ. കുറച്ച് നാൾ അവിടെ നവംബർ 14-ന് ഇടിച്ചിറങ്ങിയത്. 2009 ഓഗസ്റ്റ് 28-നാണ് പ്രവർത്തനം നിലച്ചത്. സോ അതിനിടയിലായിട്ട് പല കാര്യങ്ങളും അവിടെ ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില്, ഉത്തര ധ്രുവത്തിലല്ല ദക്ഷിണ ധ്രുവത്തില് എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? ഐസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇവര് മെയിൻ ആയിട്ടും ഈ രണ്ടാമത്തെ ദൗത്യം പുറത്തിറക്കിയത്. ചന്ദ്രയാൻ 2 അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു? ആ ദക്ഷിണ ധ്രുവത്തിൽ കണ്ടെത്തിയ ഐസിന്റെ സാന്നിധ്യത്തെ പറ്റിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അവരത് വിക്ഷേപിച്ചു. വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22-നാണ്. പഠിക്കണേ, 2019 ജൂലൈ 22-നാണ് എന്ത് വിക്ഷേപിക്കുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ജൂലൈ 22, മാറിപ്പോകല്ലേ, ജൂലൈ 22 ആണ്. ഓക്കെ, ഇനി എവിടെ നിന്നായിരുന്നു? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അതിന്റെ പേരെന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് അല്ലേ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, മറ്റേതും അത് തന്നെയാണ് കേട്ടോ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് എന്ത് വിക്ഷേപിക്കുന്നത്? ചന്ദ്രയാൻ 1-ഉം ചന്ദ്രയാൻ 2-ഉം വിക്ഷേപിക്കുന്നത്. അപ്പോ ഇതിന്റെ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ന് പറയുന്നത് ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന GSLV Mark 3 എന്ന് പറയുന്ന ആ ഒരു വിക്ഷേപണ വാഹനത്തിലായിരുന്നു. PSLV C11 എന്ന് പറയുന്നത് വിക്ഷേപണ ചന്ദ്രയാൻ 1-ന്റെതും. ഓക്കെ, അതുപോലെ എന്താണ്? GSLV ആണ്. ഓക്കെ, PSLV അല്ല, GSLV Mark 3 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ 2-നെ കൊണ്ടുപോയ വിക്ഷേപണ വാഹനമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വിക്ഷേപണ വാഹനം GSLV Mark 3 ആണ്. Mark 3 M1 ആണ്. ഇതിന്റെ ഈ ഒരു വിക്ഷേപണ വാഹനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ISROയുടെ
ബാഹുബലി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നോക്കൂ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ ഇവര് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നു, ചന്ദ്രയാന്റെ ദക്ഷിണ ധ്രുവത്തിൽ എന്ത് ചെയ്യുന്നു, അവിടെയാണ് മെയിൻ ആയിട്ടും ഇവര് പരീക്ഷണം നടത്താനായിട്ട് പോകുന്നത്. സോ ഇതിനകത്ത് ചന്ദ്രയാനകത്ത് എന്തുണ്ടാകും, ഒരു ലാൻഡറും ഉണ്ടാകും, റോവറും ഉണ്ടാകും. ലാൻഡർ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഓരോ എന്താണ് എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാൻഡർ ഉണ്ട്, റോവർ ഉണ്ട്. ഈ ലാൻഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ എന്താണ് എക്സ്പെരിമെന്റ്സ് നടത്തും. ഓക്കെ, ചന്ദ്രന്റെ എവിടെ നിന്നാണോ അത് ലാൻഡ് ചെയ്തത്, ലാൻഡിങ് ലോഞ്ച് ചെയ്ത് നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള അറ്റ്മോസ്ഫിയറും അവിടെയുള്ള ആ ഒരു നേച്ചറും കാര്യങ്ങളും എല്ലാം അതിനെപ്പറ്റി വേറൊരു രീതിയിൽ പഠനം നടത്തും. ഇനി ഇതല്ലാതെ എന്തുണ്ടാകും, ഈ ഒരു ചന്ദ്രയാനകത്ത് റോവർ ഉണ്ടാകും. ഈ റോവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ചന്ദ്രനിൽ ഇങ്ങനെ ഓടി നടന്ന് അവിടെ എല്ലാം പോയി ഇങ്ങനെ അവിടുത്തെ ആ ഒരു മണ്ണും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും, പരിശോധിച്ച് എക്സ്പെരിമെന്റ്സ് നടത്തും. അതാണ് ലാൻഡറും റോവറും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാൻഡറിന്റെ പേര് അറിയപ്പെടുന്നത്, ഉറച്ചു നിൽക്കുന്ന ലാൻഡ് ചെയ്യുന്ന ലാൻഡറിന്റെ പേര് അറിയപ്പെടുന്നത് വിക്രം എന്നാണ്. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയാൻ 2ന്റെ ലാൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലാൻഡറിന്റെ പേരെന്താണ്, വിക്രം എന്നായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2ന്റെ റോവർ അറിയപ്പെടുന്നത്, ഇറക്കുന്നതിന് മുമ്പ് അവർ സെറ്റാക്കി വെച്ചിരുന്നതിന്റെ പേരാണ് പ്രഗ്യാൻ എന്നായിരുന്നു. ഓക്കെ, ലാൻഡർ വിക്രമും റോവർ എന്താണ്, പ്രഗ്യാനുമാണ്. മാറിപ്പോകല്ലേ, ലാൻഡർ വിക്രമാണ്. അതായത് അവിടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എക്സ്പെരിമെന്റ്സ് നടത്തുന്നത് ആരാണ്, വിക്രമാണ്. പ്രഗ്യാൻ എന്ത് ചെയ്യും, അവിടെ ആ ചന്ദ്രനിലെല്ലാം ഓടി നടന്ന് കാര്യങ്ങളെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യും. അതിനകത്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അതിന്റെ അകത്തൊക്കെ വേറെ സാറ്റലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ പ്രഗ്യാനാണ് അതിന്റെ ആ ഒരു റോവർ എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. എന്നാൽ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയ നമ്മുടെ ചന്ദ്രയാൻ 2 എന്ത് ചെയ്തു, ആ ഒരു ഓർബിറ്റിൽ നിന്നും തെന്നി മാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള, ഓക്കെ, ലാൻഡർ കൃത്യമായിട്ട് സിഗ്നൽ ഉണ്ടെങ്കിലല്ലേ കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ആ ഒരു പ്രോജക്റ്റ് എന്തായി പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ISROയുടെ ചെയർമാൻ കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. മീൻസ് അത് ഫ്ലോപ്പായി പോയപ്പോഴത്തേക്കും പ്രധാനമന്ത്രി ആളെ ആശ്വസിപ്പിക്കുന്നതും അതൊക്കെ വേറൊരു ഇതായിരുന്നു അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 2 അത്തരത്തിൽ അടുത്തെത്തി, ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം അത്രത്തോളം ആ പോയിന്റിൽ, എന്നാൽ തുടക്കത്തിലൊന്നും അല്ല ഫ്ലോപ്പ് ആയത്, ആ പോയിന്റിൽ എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പായിട്ട് എന്ത് ചെയ്തു, അത്രയും നഷ്ടപ്പെട്ടു പോയില്ലേ. എന്ത് പറയാനാ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവര് എന്താണ് വീറും വാശിയോടും കൂടി അവരെന്ത് ചെയ്തു, ചന്ദ്രയാൻ 3 ഇറക്കി അത് സക്സസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളും അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. അതായത് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും. നമ്മൾ പരാജയങ്ങൾ നമ്മുടെ ഉള്ളിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീണ് കിടന്ന് കരയുകയല്ല വേണ്ടുന്നത്. ആ മൊമെന്റിൽ നിന്നും നമ്മൾ കരഞ്ഞോട്ടെ, ആ സമയത്ത് കരഞ്ഞോ, അത് സാരമില്ല, കരഞ്ഞ ആ വിഷമങ്ങളൊക്കെ തീർക്കുക. ആ മൊമെന്റിൽ നിന്നും ചാടി എണീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതിനകത്ത് കയറി പിടിക്കാൻ നോക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഒരുപാട് ചെയ്യുന്ന പേരെന്താണ്, അയ്യോ എനിക്ക് ആ പരീക്ഷ ഞാൻ ഇത്രയും കാലം കൊണ്ടൊന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ പരീക്ഷയാണ്, പക്ഷെ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അതും ആലോചിച്ചിട്ടുണ്ടിരുന്ന് ബാക്കിയുള്ള പരീക്ഷകൾ കൂടി കുളവാക്കും. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പരീക്ഷ കിട്ടിയില്ല എങ്കിൽ, ഒരു പരീക്ഷയ്ക്ക് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ഇവിടെ അവർ ചെയ്തത് കാര്യം അതാണ്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ആ പരാജയം ഇനി സംഭവിക്കാത്ത രീതിയിൽ അവർ കുറെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ചന്ദ്രയാൻ 3 വിജയിപ്പിച്ചത്. അതേപോലെ തന്നെ നമ്മളും ചെയ്യാം. നമുക്ക് എന്താണ് തെറ്റ് പറ്റിയത്, ആ പരീക്ഷയ്ക്ക് എന്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ പോരായ്മകൾ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകാത്ത രീതിയിൽ എന്ത് ചെയ്യുക,
പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിജയിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്ന് തോറ്റ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ജീവിതകാലം മൊത്തവും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇപ്പം തളർന്നു കിടക്കുന്നവരും തോറ്റ് കിടക്കുന്നവരും വിഷമിച്ചിരിക്കുന്നവരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. ചിലപ്പം അതായിരിക്കത്തില്ല നമ്മുടെ വഴി. നമ്മുടെ ചിലപ്പം ഒരു സ്റ്റെപ്പ് കൂടി കടന്നാലായിരിക്കും നമ്മുടെ വിജയത്തിലേക്ക് എത്തുന്ന ആ ഒരു കതക് തുറക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ വരെ ചെല്ലാൻ നമ്മളെ മനസ്സ് തയ്യാറായിട്ടില്ലെങ്കിൽ, അവിടേക്ക് ചെല്ലാൻ നമ്മളെ മനസ്സിനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ആ ജസ്റ്റ് മിസ് ആ ഒരു ചാൻസ് നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് ബാക്കി എല്ലാം വിട്ടേരെ, ഇതുവരെ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് എന്താണ് എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. സോ പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. 2019 സെപ്റ്റംബർ 7 ചന്ദ്രന് 2 കിലോമീറ്റർ മുമ്പ് വരെ എത്തിയിട്ട് അവര് ആ ലാൻഡർ എന്ത് ചെയ്തു? സിഗ്നൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അത് നഷ്ടമായി. ഓക്കെ, അങ്ങനെ ആ പ്രോജക്റ്റ് ഫ്ലോപ്പ് ആയി പോയി. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയാണ് അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഓക്കെ, അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കി നമ്മളിതാ വീണ്ടും വരികയാണ്. ഓക്കെ, എന്തുമായിട്ടാണ്? ചന്ദ്രയാൻ 3 അല്ലേ? നമ്മുടെ ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് വരുന്നു. അത് എപ്പോഴാണ് നോക്കിക്കേ? 2023. നമ്മുടെ 2019 മറ്റേത്. അപ്പൊ അത്രയും വർഷം എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും പിന്നിൽ അതിന് വേണ്ടിയിട്ട് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മളും പരിശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3 എന്താണ്? ചന്ദ്രയാൻ 2ന്റെ ഫോളോ അപ്പ് നിർമ്മിതിയാണ് ഏത്? ഈ ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. സെയിം ആ പാറ്റേൺ തന്നെയാണ്, ജസ്റ്റ് ഒരു മിസ്സിംഗ് ആണ് അതിനകത്ത് സംഭവിച്ചത്. സോ ആ മിസ്സിംഗ് എല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ചന്ദ്രയാൻ 3 വരികയാണ്. അപ്പോൾ ലോഞ്ച് ചെയ്ത തീയതി ഒന്ന് നോക്കിക്കേ, ജൂലൈ 14, 2023 ആണ് കേട്ടോ. ജൂലൈ 14, 2023 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. ജൂലൈ 14, 2023. ഇനി ഇതാണ് എവിടെ നിന്നാണ്? നമ്മുടെ എന്താണ് സതീഷ് ധവാൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനത്തിന്റെ പേര് LV-M3M4 ആണ്. LV-M3 ലോഞ്ചറിന്റെ 4ാമത്തെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് മിഷൻ 4 എന്നുള്ള രീതിയിൽ M4 കൊടുത്തേക്കുന്നത് കേട്ടോ. LV-M3M4 എന്ന് പറയുന്ന ആ ഒരു വിക്ഷേപണ വാഹനത്തിലാണ് ആരെ കൊണ്ടുപോകുന്നത്? നമ്മുടെ ചന്ദ്രയാൻ 3 കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ചന്ദ്രയാൻ 2ന്റെ ഫോളോ ഓൺ നിർമ്മാണം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. ലോഞ്ച് ചെയ്ത തീയതി എന്നാണ്? ജൂലൈ 14, 2023. വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു. വിക്ഷേപണ വാഹനത്തിന്റെ പേര് LV-M3M4 ആണ്. LV-M3 വാഹനത്തിന്റെ 4ാമത്തെ മിഷനാണ് M4. സോ അതിനകത്താണ് എന്ത് കൊണ്ടുപോകുന്നത്? ചന്ദ്രയാൻ 3 കൊണ്ടുപോകുന്നത്. ഭാരം എത്രയായിരുന്നു എന്നറിയാമോ? 3895 കിലോഗ്രാം ആയിരുന്നു. എത്രയായിരുന്നു? 3895, ഓൾമോസ്റ്റ് 3900 കിലോഗ്രാം അടുപ്പിച്ച് ഭാരം ആർക്കുണ്ടായിരുന്നു? ചന്ദ്രയാൻ 3 ഉണ്ടായിരുന്നു. അതുപോലെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ഓഗസ്റ്റ് 5 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്. സോ നിങ്ങളുടെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചു, അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ 3 എത്തിയത്. ഓക്കെ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രയാൻ, ഓക്കെ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രയാൻ എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്ത് നമ്മുടെ എന്താണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കയറുകയാണ്. സോ അതെന്നാണെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ഇനി ഈ സമയം ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് എന്ത് ചെയ്തു? ഒരു സിഗ്നൽ ലഭിച്ചു. എന്തായിരുന്നു ആ സന്ദേശം? എന്തായിരുന്നു? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ആ ഒരു മെസ്സേജ് ആണ് എങ്ങോട്ടേക്ക് ലഭിക്കുന്നത്? ISROയിലേക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലോട്ട് കയറിയപ്പോഴത്തേക്കും അത് കയറി എന്ന് അറിയിക്കണമല്ലോ. അപ്പൊ ISROയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു, ഞാനിപ്പോൾ എന്താണ്? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതോടെ ചന്ദ്രന്റെ നമ്മളെ ടാർഗറ്റ് എന്തായിരുന്നു? ഈ ചന്ദ്രയാൻ 3ന്റെ ടാർഗറ്റ്
ചന്ദ്രയാൻ 2ന്റെ ടാർഗറ്റ് തന്നെ ആയിരുന്നു അല്ലെ, എന്തായിരുന്നു? ദക്ഷിണ ധ്രുവത്തിൽ ഐസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റി പഠിക്കുക എന്നതായിരുന്നു അതിന്റെ ടാർഗറ്റ്. സോ അതായിരുന്നു ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം എന്ന പദവി ആർക്ക് ലഭിക്കുന്നു? നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കുന്നു. അത് ശ്രദ്ധിക്കണം. ചന്ദ്രനിൽ ആദ്യമായിട്ട് പേടകം ഇറക്കിയ ആ ഒരു ബഹുമതി അല്ല നമുക്ക് ലഭിച്ചത്. ദക്ഷിണ ധ്രുവത്തിൽ, ശ്രദ്ധിക്കണേ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ബഹിരാകാശ പേടകം ഇറക്കുന്ന, സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം എന്ന പദവി ഇന്ത്യക്ക് സ്വന്തമാവുകയാണ്. മനസ്സിലായോ? ദക്ഷിണ ധ്രുവം എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം പറയേണ്ടത് ഇന്ത്യയുടെ പേരാണ്. ഓക്കെ, ഇനി 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രയാൻ 3 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത് കേട്ടോ. സോഫ്റ്റ് ലാൻഡിംഗ്, നമ്മുടെ ചന്ദ്രനാണെങ്കിൽ നമ്മുടെ ചന്ദ്രയാൻ 3 എന്ത് ചെയ്യാണ്? ഇവിടെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്നാണ് 2023 ഓഗസ്റ്റ് 23? കഴിഞ്ഞ തവണ ഇതായിരുന്നു ചോദ്യം, നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പോൾ 2023, ഇവിടെ 23, ഇവിടെ 23. അപ്പോൾ ഓഗസ്റ്റ് മാസം ഓർത്ത് വെച്ചിരിക്കുക. 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 എന്ത് ചെയ്യുന്നത്? ചന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രനിൽ എന്ത് നടത്തുന്നത്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. ഓക്കെ, ഇനി ഈ സമയത്ത് ഓക്കെ, അപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, ISROയിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്താണ്? ഇന്ത്യ, I reached my destination and you too. എന്താണ്? ഇന്ത്യ, ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു, നീയും അല്ലെ, ഇന്ത്യയും എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ മെസ്സേജ് വരികയാണ്. യെസ്, എന്ത് മൊമെന്റ് ആണ്! എല്ലാവരും ഭയങ്കരമായിട്ട്, ഞാനൊക്കെ TV-യിൽ ഇരിക്കുമായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ എല്ലാവരും കൈയടിക്കുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു അത്. നേരിട്ട് TV-യിലൊക്കെ കണ്ട ആ സമയത്ത് മൊമെന്റിൽ അറിഞ്ഞവര് ഇതിപ്പോ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ എന്താണ്? ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് നമ്മുടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ഓക്കെ, അപ്പൊ മെസ്സേജ് വരുന്നു, ഇന്ത്യ, I reached my destination and you too അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമാണ്. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ മാറി വന്നത് കണ്ടോ? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ ഓടിപ്പോയി 1ാമത്തെ രാജ്യമാണെന്ന് പറയരുത്, 4ാമത്തെ രാജ്യമാണ്. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിൽ എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് പറയാവുള്ളൂ? അത് ഇന്ത്യ ആണെന്ന് പറയാവുള്ളൂ. അപ്പൊ 4ാമത്തെ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം ആരായിരുന്നു? റഷ്യ ആയിരുന്നു. 1966 റഷ്യ ആദ്യമായിട്ട് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. ദെൻ 1966 തന്നെ USA അല്ലെ, അമേരിക്കയും സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നു. 2013 ആരാണ്? ചൈന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയുണ്ടായി. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആ ഒരു 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യം റഷ്യ ആയിരുന്നു, 2 അമേരിക്ക, 3 ചൈനയാണ്. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം, ആ ഒരു പോയിന്റ്, ഇപ്പൊ ചന്ദ്രയാന്റെ ഏതോ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. സോ ആ ഒരു സ്ഥലം ഏത് പേരിൽ അറിയപ്പെട്ടു? ശിവശക്തി എന്നുള്ള പേരിലാണ് പ്രധാനമന്ത്രി അതിന് പേര് കൊടുത്തത്. ശിവശക്തി എന്നുള്ള പേരിൽ ആ ഒരു പോയിന്റിന്, ചന്ദ്രനകത്തുള്ള ആ ഒരു സ്ഥലത്തിന് കൊടുത്തു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ലാൻഡർ ഏതാണ്? വിക്രമാണ് കേട്ടോ. വിക്രം നേരത്തെ കൊടുത്ത സെയിം, ചന്ദ്രയാൻ 2 കൊടുത്ത സെയിം പേര് തന്നെയാണ്. ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. ആകെ ചെലവെന്ന് പറയുന്നത് 615 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3മായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എപ്പോഴും സ്ഥിരം ചോദിക്കുന്നത് ഇതാണ്, കാരണം കുറച്ചു പേർക്കെങ്കിലും വിക്രമും പ്രഗ്യാനും തമ്മിൽ മാറിപ്പോകുന്നു PSCക്ക് അറിയാം. അതുകൊണ്ടാണ് സ്ഥിരം ആ ഒരു ചോദ്യം ഇട്ട് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് മാറിപ്പോകത്തില്ല. അതാ ഇവിടെ ഉറച്ചു നിൽക്കുന്നവനാണ് വിക്രം. ഓക്കെ, അവിടെ പര്യടനം നടത്തുന്നവനാണ് ആര്? പ്രഗ്യാന്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ലാൻഡർ വിക്രമാണ്, റോവർ പ്രഗ്യാനാണ്. ആകെ ചെലവ് എത്രയാണ്? 615 കോടി രൂപയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ചന്ദ്രയാൻ 3 ഒന്നും കൂടെ പെട്ടെന്നൊന്ന് നോക്കിയാലോ. എന്താണ്? ചന്ദ്രയാൻ 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചന്ദ്രയാൻ 1, 2, 3 നോക്കുകയാണെങ്കിൽ 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും PSC ചോദിക്കുന്നത് 3 ബേസ് ചെയ്താണ് കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2ന്റെ ഫോളോ ഓൺ നിർമ്മാണമാണ്. അതുപോലെ ലോഞ്ച് ചെയ്ത തീയതി 2023 ആണ്. വർഷം ആദ്യമേ പഠിക്കുക, 2023. ഡേറ്റ് നോക്കിക്കേ, ജൂലൈ 14 ഓഗസ്റ്റിലാണ് ഇതെല്ലാം ലാൻഡ് ചെയ്യുന്നത്. സോ തൊട്ട് മുമ്പത്തെ മാസം പറയുക, ജൂലൈ 14. വിക്ഷേപണം എവിടെ നിന്നായിരുന്നു? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു. വിക്ഷേപണ വാഹനത്തിന്റെ പേര് LV-M3-M4. ഓക്കെ, അതുപോലെ ഭാരം എത്രയായിരുന്നു? 3895 കിലോഗ്രാം ആയിരുന്നു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ എത്തിയത് ഡേറ്റ് 2023 ഓഗസ്റ്റ് 5. ഭ്രമണപഥം, ഓക്കെ, ഭ്രമണപഥം ഓർബിറ്റിലേക്ക് മാറുന്നത് ഓഗസ്റ്റ് 5-നും. അതുപോലെ തന്നെ ആ സമയത്ത് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ എന്താണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ്, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. പിന്നെ എന്നാണ് അത് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. ആ സമയത്ത് വന്ന മെസ്സേജ് എന്തായിരുന്നു? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്നായിരുന്നു അതിന്റെ ആ ഒരു മെസ്സേജ്. പിന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത മറ്റ് രാജ്യങ്ങൾ, 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ, ആദ്യത്തേത് റഷ്യ, 2 അമേരിക്ക, 3 ചൈനയാണ്. ഇനി ചന്ദ്രയാൻ 3ന്റെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആ ഒരു പോയിന്റ് അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. ദെൻ ലാൻഡറിന്റെ പേര് എന്താണ്? വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു. ആകെ ചിലവ് 615 കോടി രൂപയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രയാൻ ബേസ് ചെയ്ത് പഠിക്കാനുള്ളത്. സോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങളെ ലൈക്ക് മാത്രം പോരാ, നിങ്ങളുടെ യഥാർത്ഥത്തിൽ ക്യാപ്സ്യൂൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡയറക്റ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസ് ആണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എത്രത്തോളം ക്യാപ്സ്യൂളായിട്ട് മുന്നോട്ട് പോകണം, അതോ അത് നിർത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. സോ നല്ലതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, നല്ലതുപോലെ റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ നല്ലതുപോലെ ഓരോ സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്ത് വെച്ച് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്